നമസ്കാരം. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ SSLC ഫിസിക്സ് പരീക്ഷയ്ക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നമ്മൾ. അതെ, ഇനി ഒരാഴ്ചയുള്ളൂ. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള എന്നാൽ വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, അഥവാ വർണ്ണങ്ങളുടെ ലോകവും കാഴ്ചയും. അതെ, ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ എന്നും കാണുന്ന ആകാശം, മഴവില്ല്, പലതരം നിറങ്ങൾ, പിന്നെ നമ്മുടെ സ്വന്തം കണ്ണ്. അതെ, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാർക്ക് നേടാൻ വളരെ എളുപ്പമാണ്. സാധാരണയായി ഒരു 4 മുതൽ 6 മാർക്ക് വരെ ഈ ഒരൊറ്റ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇതാണ്: ഈ ചാപ്റ്ററിലെ ചില കൺഫ്യൂഷനുകൾ മാറ്റണം, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം, എല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കണം. ശരിയാണ്. ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്ററിലെ ഏത് ചോദ്യം വന്നാലും ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പം നമുക്ക് തുടങ്ങാം. ഒരു പ്രകാശകിരണത്തിന്റെ യാത്ര എന്ന രീതിയിൽ ഈ ചാപ്റ്ററിനെ സമീപിച്ചാലോ? നല്ല ആശയമാണ്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശകിരണം, അത് നമ്മുടെ കണ്ണിലെത്തുന്നത് വരെയുള്ള ഒരു കഥ. ആ യാത്രയിലെ ആദ്യത്തെ തടസ്സം ഒരു പ്രിസം, അതായത് പ്രിസം ആണെന്ന് വെറുതെ സങ്കല്പിക്കുക. എന്താണ് ഈ പ്രിസം? ലളിതമായി പറഞ്ഞാൽ ത്രികോണാകൃതിയിലുള്ള ഒരു ഗ്ലാസ് കഷ്ണമാണ് പ്രിസം. ഓക്കെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിനെ വളയ്ക്കുമെന്നതാണ്. ഈ വളയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശത്തിന് സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിൽ നിന്ന്, അതായത് വായുവിൽ നിന്ന്, സാന്ദ്രത കൂടിയ ഗ്ലാസിലേക്ക് കടക്കുമ്പോഴാണ് ഈ വളവ് സംഭവിക്കുന്നത്. പ്രിസത്തിന്റെ കാര്യത്തിൽ പ്രകാശരശ്മി എപ്പോഴും അതിന്റെ പാദത്തിലേക്ക്, ബേസിലേക്കാണ് വളയുന്നത്. ഓക്കെ. അപ്പോ ഒരു സാധാരണ ടോർച്ച് ലൈറ്റ് ഈ പ്രിസത്തിലൂടെ അടിച്ചാൽ അത് വളഞ്ഞു പോകും. പക്ഷെ നമ്മൾ കാണുന്ന ഈ സൂര്യപ്രകാശം, ആ വെള്ള വെളിച്ചം, വൈറ്റ് ലൈറ്റ്, അതാണ് കടത്തിവിടുന്നതെങ്കിലോ? അപ്പോ കഥ മാറുമല്ലോ. തീർച്ചയായും. അവിടെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്: പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. നമ്മൾ കാണുന്ന വെള്ള വെളിച്ചം ശരിക്കും ഒരു മിക്സ്ഡ് ജ്യൂസ് പോലെയാണ്. അതിൽ പല നിറങ്ങളും ഒളിച്ചിരിപ്പുണ്ട്. ശരി. പ്രിസം ചെയ്യുന്നത് ഈ ജ്യൂസിലെ ഓരോ പഴത്തിനെയും വേർതിരിച്ചെടുക്കുന്ന പണിയാണ്. അതായത് വെള്ള വെളിച്ചത്തെ അതിന്റെ ഘടകവർണ്ണങ്ങളായി, കോമ്പണന്റ് കളേഴ്സായിട്ട് വേർപിരിക്കുന്ന ആ പ്രതിഭാസമാണ് ഡിസ്പേർഷൻ. നമ്മൾ കേട്ട് പരിചയിച്ച ആ വിബ്ജിയോർ അല്ലേ? അതെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ വർണ്ണങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വർണ്ണരാജി അഥവാ സ്പെക്ട്രം എന്നും പറയും. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്തിനാണ് ഈ നിറങ്ങൾ വേർപിരിയുന്നത്? എല്ലാ നിറങ്ങൾക്കും ഒരേപോലെ വളഞ്ഞാ പോരെ? വളരെ നല്ലൊരു സംശയമാണത്. അതിന്റെ ഉത്തരം തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന ആശയത്തിലാണ് ഇരിക്കുന്നത്. വേവ് ലെങ്ത്. ഓരോ നിറവും ഓരോ തരംഗമാണ്. അവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത തരംഗദൈർഘ്യമുണ്ട്. ഇതിനെ നമുക്ക് ഓരോ നിറത്തിന്റെയും ഒരു ശക്തി അല്ലെങ്കിൽ ക്ഷീണമായിട്ട് സങ്കല്പിക്കാം. ഓക്കെ. ഇപ്പോ ചുവപ്പ് നിറം, റെഡ്, അതിന് ഏറ്റവും കൂടിയ തരംഗദൈർഘ്യമുണ്ട്. അതുകൊണ്ട് അത് ഒരുപാട് ദൂരം ക്ഷീണിക്കാതെ പോകുന്ന ഒരു മാരത്തോൺ ഓട്ടക്കാരനെ പോലെയാണ്. അതിന് കുറഞ്ഞ ഊർജ്ജമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിസം പോലൊരു തടസ്സം വരുമ്പോൾ അതിന് ഒരുപാട് വളയാൻ സാധിക്കില്ല, കുറച്ചേ വളയൂ. ശരി. എന്നാൽ വയലറ്റ് നിറം അതിന് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമാണ്. അത് വളരെ ഉയർന്ന ഊർജ്ജമുള്ള ഒരു സ്പ്രിന്റ് ഓട്ടക്കാരനെ പോലെയാണ്. അതുകൊണ്ട് പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ അത് ഏറ്റവും ശക്തിയായിട്ട് വളയുന്നു. ഓ, അപ്പൊ തരംഗദൈർഘ്യം കുറവാണെങ്കിൽ ഊർജം കൂടുതലായിരിക്കും, വളവും കൂടുതലായിരിക്കും. അതെ. ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലാണ്, ഊർജം കുറവാണ്, അതുകൊണ്ട് വളവും കുറവായിരിക്കും. ഇപ്പൊ വ്യക്തമായി. കൃത്യമായി. അപ്പൊ ഈ ആശയം വെച്ച് നോക്കുമ്പോ മഴവില്ലുണ്ടാവുന്നതും ഇതുപോലെ തന്നെയാണോ? അവിടെ ആരാണ് ഈ പ്രിസത്തിന്റെ ജോലി ചെയ്യുന്നത്? അവിടെ പ്രിസത്തിന്റെ ജോലി ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറിയ ജലത്തുള്ളികളാണ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഓരോ ജലത്തുള്ളിയും ഒരു കുഞ്ഞു പ്രിസമായി പ്രവർത്തിക്കുന്നു. സൂര്യരശ്മി ഒരു ജലത്തുള്ളിയിൽ പതിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ 3 ഘട്ടങ്ങൾ ഓർത്തുവെക്കണം. ഓക്കെ. എന്തൊക്കെയാണത്? 1. പ്രകാശം ജലത്തുള്ളിയിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ശരി. 2. ആ കടക്കുന്ന സമയത്ത് തന്നെ പ്രകീർണനം, ഡിസ്പേർഷൻ വഴി അത് 7 നിറങ്ങളായി പിരിയുന്നു. 3. ജലത്തുള്ളിക്കുള്ളിൽ വെച്ച് പ്രകാശത്തിന് ഒരു പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു.
അതായത് ഉള്ളിൽ തട്ടി പ്രകാശം തിരിച്ചുവരുന്നു. ഓക്കെ. ഈ 3 പ്രതിഭാസങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് ആ മനോഹരമായ മഴവില്ല് കാണാൻ സാധിക്കുന്നത്. അപ്പോ മഴവില്ലുണ്ടാകുന്നത് ജലത്തുള്ളി പ്രകാശത്തെ പിരിക്കുന്നതുകൊണ്ടാണെങ്കിൽ ന്യൂട്ടൺ ചിന്തിച്ചതുപോലെ ഈ പിരിച്ച നിറങ്ങളെ നമുക്ക് വീണ്ടും യോജിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കും. അതിനെയാണ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം, റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഒരു പ്രിസം ഉപയോഗിച്ച് 7 നിറങ്ങളായി വേർപിരിച്ച പ്രകാശത്തിന്റെ പാതയിൽ തലതിരിഞ്ഞ രീതിയിൽ രണ്ടാമതൊരു പ്രിസം വെച്ചാൽ ആ 7 നിറങ്ങളും വീണ്ടും യോജിച്ച് ഒറ്റ ധവളപ്രകാശമായി, വൈറ്റ് ലൈറ്റായി പുറത്തുവരും. ഇത് ന്യൂട്ടന്റെ വളരെ പ്രശസ്തമായൊരു പരീക്ഷണമാണ്. കൊള്ളാം. അപ്പൊ പ്രകാശത്തിന്റെ യാത്രയിൽ അത് പ്രിസത്തിൽ കയറി മഴവില്ലായി മാറി. ഇനി അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് കരുതുക. അവിടെയും ചില കാര്യങ്ങൾ സംഭവിക്കുമല്ലോ? തീർച്ചയായും. അതാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ നടക്കുന്ന പ്രതിഭാസമാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ്. ഇത് ഡിസ്പേർഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ. അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങളും ചെറിയ കണങ്ങളുമുണ്ട്. സൂര്യപ്രകാശം ഈ കണങ്ങളിൽ വന്ന് തട്ടുമ്പോൾ അത് പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതിനെയാണ് വിസരണം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ എല്ലാ നിറങ്ങളും ഒരുപോലെ ചിതറിത്തെറിക്കുമോ? അതോ നേരത്തെ പറഞ്ഞ തരംഗദൈർഘ്യത്തിന് ഇവിടെയും എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായും പങ്കുണ്ട്. അവിടെയാണ് കാര്യം. ഇവിടെയും തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾക്കാണ് കൂടുതൽ വിസരണം സംഭവിക്കുക. വയലറ്റിനും നീലയ്ക്കുമൊക്കെ. അതെ. വയലറ്റ്, ഇൻഡിഗോ, നീല, ബ്ലൂ എന്നീ നിറങ്ങൾ അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി എളുപ്പത്തിൽ ചിതറിപ്പോകും. നമ്മുടെ കണ്ണിന് നീല നിറത്തിനോടാണ് കൂടുതൽ സംവേദനക്ഷമത, സെൻസിറ്റിവിറ്റി. ശരി. അതുകൊണ്ട് ഇങ്ങനെ ചിതറിത്തെറിച്ച നീലപ്രകാശം ആകാശത്ത് മുഴുവൻ വ്യാപിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം നീല നിറത്തിൽ കാണുന്നത്. അതാണല്ലേ കാരണം. അപ്പോ എനിക്കൊരു സംശയം. രാവിലെയും വൈകുന്നേരവും സൂര്യനെ നോക്കുമ്പോൾ ഒരു ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം കാണാറുണ്ടല്ലോ. അവിടെ നീലനിറം എവിടെ പോകുന്നു? അതും ഈ വിസരണം കൊണ്ടാണോ? അതെ. ഒരേ പ്രതിഭാസത്തിന്റെ 2 വ്യത്യസ്ത മുഖങ്ങളാണത്. അതെങ്ങനെ? സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സഞ്ചാരിയെ പോലെയാണ്. ഉച്ചസമയത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലായതുകൊണ്ട് പ്രകാശത്തിന് കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ മതി. എന്നാൽ രാവിലെയും വൈകുന്നേരവും സൂര്യൻ ചക്രവാളത്തിലായതുകൊണ്ട് പ്രകാശത്തിന് അന്തരീക്ഷത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. യാത്രാദൂരം കൂടുന്നു. അതെ. ഈ നീണ്ട യാത്രയിൽ തരംഗദൈർഘ്യം കുറഞ്ഞ നീല പോലെയുള്ള നിറങ്ങളെല്ലാം വഴിയിൽ വെച്ച് തന്നെ വിസരണം സംഭവിച്ച് ചിതറിപ്പോകും. അവയ്ക്ക് ക്ഷീണം പറ്റും. ഓക്കേ. എന്നാൽ തരംഗദൈർഘ്യം കൂടിയ ആ മാരത്തൺ ഓട്ടക്കാരനായ ചുവപ്പ് നിറത്തിന് അധികം വിസരണം സംഭവിക്കില്ല. അത് ആ നീണ്ട ദൂരം താണ്ടി നമ്മുടെ കണ്ണുകളിലെത്തും. അതുകൊണ്ടാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ആകാശവും ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ ആ ആശയം വളരെ വ്യക്തമായി. അപകട സിഗ്നലുകൾക്കെല്ലാം ചുവപ്പ് നിറം കൊടുക്കുന്നതും ഇതേ കാരണം കൊണ്ടാണല്ലേ? കൃത്യമായി. ഒരുപാട് ദൂരെ നിന്ന് നോക്കിയാലും അത് ചിതറിപ്പോകാതെ വ്യക്തമായി കാണാൻ വേണ്ടി. അതെ, അതാണതിന്റെ പ്രായോഗിക ഉപയോഗം. ശരി. അപ്പോ സൂര്യനിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം പ്രിസത്തിലൂടെയും ജലത്തുള്ളിയിലൂടെയും അന്തരീക്ഷത്തിലൂടെയുമൊക്കെ സഞ്ചരിച്ച് അവസാനം ഒരു വസ്തുവിൽ, ഉദാഹരണത്തിന് ഒരു പച്ച ഇലയിൽ വന്ന് തട്ടുന്നു. നമുക്ക് ആ ഇലയെ എങ്ങനെയാണ് പച്ച നിറത്തിൽ കാണാൻ കഴിയുന്നത്? ഒരു വസ്തുവിന് അതിന്റെ നിറം കിട്ടുന്നത് അത് ഏത് നിറത്തെയാണോ പ്രതിഫലിപ്പിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുമുണ്ട്. ഈ 7 നിറങ്ങളും പച്ച ഇലയിൽ വന്ന് വീഴുമ്പോൾ ആ ഇല അതിനാവശ്യമില്ലാത്ത ബാക്കി എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് പച്ച നിറത്തെ മാത്രം പുറത്തേക്ക് പ്രതിഫലിപ്പിക്കും. ഈ പ്രതിഫലിച്ചു വരുന്ന പച്ച നിറം നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഇലയെ പച്ചയായി കാണുന്നത്. അപ്പോ ഒരു വെളുത്ത പേപ്പർ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു, ഒരു കറുത്ത ഷർട്ട് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്നു, ഒന്നും പ്രതിഫലിപ്പിക്കുന്നില്ല. ശരിയല്ലേ? പെർഫെക്റ്റ്. ആ ധാരണ വെച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ചോദിക്കൂ. ചുവന്ന പ്രകാശത്തിൽ ഒരു പച്ച ഇല ഏത് നിറത്തിൽ കാണപ്പെടും? ഒരു നിമിഷം. പച്ച ഇലയ്ക്ക് പച്ചയെ മാത്രമേ പ്രതിഫലിപ്പിക്കാൻ അറിയൂ. പക്ഷെ അതിൽ വന്നു വീഴുന്നത് ചുവന്ന പ്രകാശം മാത്രമാണ്. അതെ. എക്സലന്റ്. ഈ ആശയം മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം എഴുതാം. കൊള്ളാം. അപ്പൊ പ്രകാശത്തിന്റെ യാത്രയിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം.
ഈ പ്രതിഫലിച്ച പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. ഇനി കണ്ണിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ വിഷൻ അഥവാ കാഴ്ച. അതെ, നമ്മുടെ കണ്ണ് ഒരു ക്യാമറ പോലെയാണ്. അതിലൊരു ലെൻസ് ഉണ്ട്, ഒരു കോൺവെക്സ് ലെൻസ്. ശരി. പുറത്തുനിന്നുള്ള പ്രകാശം ഈ ലെൻസിലൂടെ കടന്ന് കണ്ണിന്റെ പുറകിലുള്ള റെറ്റിന എന്ന സ്ക്രീനിൽ തലകീഴായ ചെറിയ ഒരു പ്രതിബിംബം ഇമേജ് ഉണ്ടാക്കുന്നു. ഈ റെറ്റിനയിലെ പ്രകാശഗ്രാഹികളായ കോശങ്ങൾ ആ സന്ദേശത്തെ വൈദ്യുത സിഗ്നലുകളാക്കി നേത്രനാഡി ഓപ്റ്റിക് നേവ് വഴി തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറാണ് ആ തലകീഴായ ചിത്രത്തെ നിവർത്തി യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പ്രക്രിയയിൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണത്? പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത. അത് നമ്മുടെ കണ്ണിന്റെ ഒരു സൂപ്പർ പവറാണ്. സൂപ്പർ പവർ? അതെ. ഇതിനെ ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറയുമായി താരതമ്യം ചെയ്യാം. നമ്മള് അടുത്തുള്ളൊരു പുസ്തകം വായിക്കുമ്പോഴും ദൂരെയുള്ളൊരു മരം നോക്കുമ്പോഴും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ദൂരത്തിനനുസരിച്ച് കണ്ണിനുള്ളിലെ ലെൻസിന്റെ വക്രതയും അതുവഴി ഫോക്കൽ ദൂരവും ഫോക്കൽ ലെങ്ത് മാറ്റം വരുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കേ. സീലിയറി പേശികൾ, സീലിയറി മസിൽസ് ആണ് ഈ കാര്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ സൂപ്പർ പവർ ഒരുപോലെ പ്രവർത്തിക്കില്ലല്ലോ. അപ്പോഴാണ് കാഴ്ച വൈകല്യങ്ങൾ, ഡിഫക്ട്സ് ഓഫ് വിഷൻ ഉണ്ടാകുന്നത്. അതെ. പ്രധാനമായും രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്: ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ, പിന്നെ ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ. ഇത് രണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. മാറിപ്പോകാതിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. പേരിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ അഥവാ നിയർ സൈറ്റഡ്നെസ്. ഹ്രസ്വം എന്നാൽ അടുത്തത്. അതെ. അപ്പോ അടുത്തുള്ളത് വ്യക്തമായി കാണാം, ദൂരെയുള്ളത് കാണാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ നേത്രഗോളത്തിന്റെ, ഐബോളിന്റെ നീളം കൂടിപ്പോകുന്നു, അല്ലെങ്കിൽ കണ്ണിന്റെ ലെൻസിന്റെ പവർ കൂടിപ്പോകുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളിലും ദൂരെ നിന്നുള്ള വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിന എന്ന സ്ക്രീനിൽ വീഴുന്നതിനു പകരം അതിന്റെ മുൻപിൽ വീഴുന്നു. ഓക്കെ. അപ്പോ പ്രതിബിംബം മുന്നോട്ട് നീങ്ങിപ്പോയി. അതിനെ പുറകിലേക്ക് റെറ്റിനയിലേക്ക് തന്നെ എത്തിക്കണം. അതിന് ഏത് ലെൻസാണ് ഉപയോഗിക്കുക? പ്രതിബിംബത്തെ പുറകിലേക്ക് നീക്കാൻ വരുന്ന പ്രകാശരശ്മികളെ അല്പം വികസിപ്പിക്കണം, ഡൈവേർട്ട് ചെയ്യണം. ആ ജോലി ചെയ്യുന്നത് കോൺകേവ് ലെൻസാണ്. ശരി. അപ്പോ മയോപ്പിയ പരിഹരിക്കാൻ കോൺകേവ് ലെൻസ്. അതെ. ഇനി ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ, ലോങ് സൈറ്റഡ്നെസ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ദീർഘം എന്നാൽ ദൂരെ. അപ്പോ ദൂരെയുള്ളത് വ്യക്തമായി കാണാം, അടുത്തുള്ളത് പ്രയാസമാണ്. അതെ. ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഒന്നുകിൽ നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കുറഞ്ഞു പോകുന്നു. അപ്പോ പ്രതിബിംബം റെറ്റിനയ്ക്കും പുറകിൽ പോയി വീഴുന്നു. അപ്പോ ഇവിടെ പ്രതിബിംബത്തെ മുന്നോട്ട് കൊണ്ടുവരണം. അതിനായി പ്രകാശരശ്മികളെ അല്പം കൂട്ടിച്ചേർക്കണം, കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇപ്പൊ ഇത് തമ്മിൽ മാറിപ്പോവില്ല. ഈ രണ്ട് വൈകല്യങ്ങളുടെയും കാരണവും അത് പരിഹരിക്കാനുള്ള രേഖാചിത്രവും റേ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ വളരെ അത്യാവശ്യമാണ്. ഇനി ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ സാധാരണ വരുന്ന ചില സംശയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളും പ്രൈമറി കളേഴ്സും നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രാഥമിക വർണ്ണങ്ങളും ഒന്നാണോ? അല്ല. അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. പ്രകാശത്തിന്റെ കാര്യത്തിൽ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, പച്ച, നീലയാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB. ഇവ മൂന്നും ഒരേ തീവ്രതയിൽ ചേർന്നാൽ വെള്ള നിറം കിട്ടും. നമ്മുടെ TV സ്ക്രീനും മൊബൈൽ സ്ക്രീനും ഒക്കെ ഈ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ ചായങ്ങളുടെ കാര്യം? എന്നാൽ ചായങ്ങളുടെയും അച്ചടിയുടെയും ഡൈസ് ആൻഡ് പിഗ്മെന്റ്സ് ലോകത്ത് പ്രാഥമിക വർണ്ണങ്ങൾ സയാൻ, മജന്ത, യെല്ലോയാണ്. സയാൻ, മജന്ത, യെല്ലോ, CMY. ഇവ ചേർന്നാൽ കറുപ്പ് നിറമാണ് കിട്ടുക. ഇത് രണ്ടും രണ്ടാണ്, മാറിപ്പോകരുത്. ശരി. നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം, ഒരു സംഗ്രഹം പോലെ. തീർച്ചയായും. 1. വെള്ളപ്രകാശം ഒരു പ്രിസത്തിലൂടെ പോകുമ്പോൾ 7 നിറങ്ങളായി VBGR മാറുന്നു. ഇതിനെ പ്രകീർണനം, ഡിസ്പെർഷൻ എന്ന് പറയുന്നു. അതിന് കാരണം വ്യത്യസ്ത തരംഗദൈർഘ്യം. അതെ. ഇനി 2. മഴവിൽ ഉണ്ടാകുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്: അപവർത്തനം, പ്രകീർണനം,
പിന്നെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം. വളരെ ശരി. മൂന്നാമത്തെ കാര്യം, ആകാശത്തിന്റെ നീല നിറത്തിനും ഉദയാസ്തമയ സമയത്തെ ചുവപ്പ് നിറത്തിനും കാരണം ഒന്നാണ്. വിസരണം, സ്കാറ്ററിംഗ്. അതെ. പിന്നെ കണ്ണിന്റെ കാര്യം, ദൂരത്തിനനുസരിച്ച് ഫോക്കസ് ക്രമീകരിക്കാനുള്ള കഴിവിനെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു. അവസാനമായി കാഴ്ചവൈകല്യങ്ങൾ. ഹ്രസ്വദൃഷ്ടിക്ക് മയോപ്പിയയ്ക്ക് കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടിക്ക് ഹൈപ്പർമെട്രോപ്പിയയ്ക്ക് കോൺവെക്സ് ലെൻസ്. വളരെ വ്യക്തമായി. ഇപ്പോ കേൾക്കുമ്പോൾ തോന്നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോന്ന്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങളാണ്. അതെ, ഫിസിക്സ് അതിന്റെ കാരണം പറഞ്ഞു തരുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും. ഈ ചാപ്റ്റർ മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്, കാണാതെ പഠിക്കാനുള്ളതല്ല. നിങ്ങൾ ഈ ചർച്ച 1-2 തവണ കൂടി കേൾക്കുക, കൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടി തുറന്നു വെക്കുക. ചിത്രങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ഒരുപാട് സഹായിക്കും. ഓരോ പ്രതിഭാസത്തിനും കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ആ ആശയം മനസ്സിൽ ഉറപ്പിക്കാൻ വളരെ നല്ലതാണ്. അപ്പോ പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപ് ഒരു അവസാനവട്ട ഉപദേശം എന്ന നിലയിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? പാഠപുസ്തകത്തിന് പുറകിലുള്ള ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കാരണങ്ങൾ വിശദീകരിക്കാനുള്ള ചോദ്യങ്ങൾ. എന്തുകൊണ്ട് ചന്ദ്രനിലെ ആകാശം ഇരുണ്ടതായി കാണപ്പെടുന്നു? അവിടെ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് വിസരണം നടക്കില്ല. അതെ. എന്തുകൊണ്ട് എമർജൻസി സിഗ്നലുകൾക്ക് ചുവപ്പ് നിറം? അതുപോലെ കാഴ്ചവൈകല്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവയുടെ ചിത്രങ്ങളും നിർബന്ധമായും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഒരാഴ്ച സമയമുണ്ട്. ഈ ചാപ്റ്റർ മുഴുവനായി പഠിച്ചു തീർക്കാൻ അത് ധാരാളമാണ്. നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾ സ്വന്തമായി ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. അത് നന്നായി. ആകാശം നീലയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മേഘങ്ങൾ വെളുത്ത നിറത്തിലാണല്ലോ കാണുന്നത്. മേഘങ്ങളിലും ജലത്തുള്ളികളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മേഘങ്ങൾക്ക് മഴവില്ലിന്റെ നിറമോ ആകാശത്തിന്റെ നീല നിറമോ ഇല്ലാത്തത്? അതൊരു നല്ല ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷേ നമ്മൾ സംസാരിച്ച ആശയങ്ങൾ വെച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ്. അതെ, അത് നിങ്ങളുടെ ചിന്തയെ ഉത്തേജിപ്പിക്കും. നിങ്ങൾക്കിത് സാധിക്കും. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുക. എല്ലാവിധ ആശംസകളും.